കേരളത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലി പ്രതിഷേധങ്ങൾ ഏറെ ഉടലെടുക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്നും SIR സമയക്രമം മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കേരളത്തിൽ SIR മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് പാർട്ടിയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് ജോലിഭാരം താങ്ങാനാകുന്നില്ല എന്ന് കാട്ടി BLOമാരുടെ പരാതി. പലയിടങ്ങളിലും BLOമാർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ജോലിഭാരം താങ്ങാനാകാതെ മരിച്ച സംഭവവും വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും തങ്ങളുടെ കടുംപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമയക്രമം മാറ്റാനാകില്ല എന്നും ഡിസംബർ 4-നകം എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കി പൂരിപ്പിച്ച് തിരികെ വാങ്ങണമെന്ന നിബന്ധന അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയിലാണ് കമ്മീഷൻ ഇപ്പോഴും. ചില BLOമാർ ഇതിനകം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കഴിഞ്ഞതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സമയക്രമം മാറ്റില്ല എന്ന തങ്ങളുടെ കടുംപിടുത്തത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി BLOമാരുടെ ജോലിഭാരം സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. പലയിടങ്ങളിലും BLOമാർ ജോലിഭാരം താങ്ങാനാകാതെ കുഴഞ്ഞു വീണതായുള്ള വാർത്ത വന്നു. ജോലിഭാരവും സമ്മർദ്ദവും താങ്ങാനാകാതെ കണ്ണൂർ കരിവെള്ളൂരിൽ BLOയായ അനീഷ് ജോർജ് മരിച്ച വാർത്ത വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഗ്രാമത്തിലെ എല്ലാവരെയും നേരിട്ട് അറിയാത്തതിനാൽ അനീഷിന് ജോലി ഏറെ പ്രയാസം നിറഞ്ഞതായിരുന്നു. ഇക്കാര്യം സുഹൃത്തുക്കളോട് പങ്കുവച്ചപ്പോൾ അവർ തന്നെ ക്യാമ്പിന് സൗകര്യവും ഒരുക്കി. രണ്ടിടത്തെ ക്യാമ്പ് സൗകര്യം ഒരുക്കി കാത്തിരുന്നവർക്കിടയിലേക്കാണ് അനീഷിന്റെ മരണവിവരം എത്തുന്നത്. ഇത്തരത്തിലുള്ള സമ്മർദ്ദ വാർത്തകൾക്കൊക്കെ ഇടയിലും എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കടുംപിടുത്തം നടത്തുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് എങ്കിലും അതൊന്നും കമ്മീഷൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. തിരുവനന്തപുരം, വയനാട് പോലുള്ള ചില ജില്ലകളിൽ BLOമാർ ജോലി പൂർത്തീകരിച്ചു എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സമയക്രമം മാറ്റാനാകില്ല എന്ന തങ്ങളുടെ കടുംപിടുത്തത്തെ കമ്മീഷൻ ന്യായീകരിക്കുന്നത്. പൂരിപ്പിച്ച ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതിലെ സാങ്കേതിക തടസ്സവും BLOമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മൊബൈലിന് റേഞ്ച് പോലും കിട്ടാത്തതടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് പരിഹാരമായി 4-5 BLOമാർ ഒന്നിച്ചിരുന്ന് ജോലി ചെയ്യുന്ന തരത്തിൽ വൈഫൈ സൗകര്യമുള്ള സ്ഥലങ്ങൾ സജ്ജീകരിച്ചു കൊടുക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തൽക്കാലം SIRനെതിരായ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ജോലിഭാരം കൂടുതലാണ് എന്ന തരത്തിൽ നിരവധി പരാതികളും പ്രതിഷേധങ്ങളും BLOമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നതും ദിവസേന 60-ൽ-അധികം ഫോമുകൾ പൂരിപ്പിച്ച് വാങ്ങണമെന്നതുപോലുള്ള നിർദ്ദേശങ്ങളും BLOമാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ നിർബന്ധമായും SIR നടപ്പിലാക്കണമെന്ന നിർബന്ധ ബുദ്ധിയെ ചൊല്ലി പല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കടക്കം എതിർപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറ്റിവെക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനവും കമ്മീഷൻ എടുത്തിട്ടില്ല. സമയക്രമം മാറ്റാനാകില്ല എന്നും ഡിസംബർ 4-നകം ഫോം പൂരിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ നിർത്തിവെക്കണമെന്നും SIRഉം തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തിയാൽ ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തത്. ഇതിനു പുറമെ കോൺഗ്രസ് പാർട്ടിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടത്തരുത് എന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. SIR തന്നെ നിയമവിരുദ്ധമാണ് എന്ന കടുത്ത ആക്ഷേപം ഹർജിയിൽ സണ്ണി ജോസഫ് ഉന്നയിച്ചു. സമാന്തര പൗരത്വ പരിശോധനയാണ് നടക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിസംബർ 21-നകം പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ എത്തണമെന്നതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ അതിദ്രുതം നടക്കുകയാണ്. പുതിയ ഭരണസമിതി എന്നത് ഭരണഘടനാപരമായ ബാധ്യതയുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനായി 1,76,000 ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സുരക്ഷയ്ക്കായി പോലീസ് ഉൾപ്പെടെ 68,000 ജീവനക്കാരെയും വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് SIR നടപടികൾ. ഇതിനായി 25,668 ജീവനക്കാരെയും ആവശ്യമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ
ഇത്രയധികം ഉദ്യോഗസ്ഥർ SIR തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെടുന്നതോടെ കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, തിടുക്കപ്പെട്ട SIR നടപ്പാക്കിയാൽ അതിൽ വ്യാപകമായ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് SIRൽ ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല എന്നും അപ്പോൾ അർഹരായവരെ വെട്ടിപ്പോയാലും അത് തിരിച്ചറിയാനാകില്ല എന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യക്തമാക്കുന്നു.